പത്തനംതിട്ട ചുറ്റിപ്പാറ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ സഹോദരൻ അഖിൽ സജീവിന്റെ മൊഴിയെടുപ്പ് തുടരുന്നു. വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ സമഗ്ര അന്വേഷണമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അതേസമയം നഴ്സിംഗ് കോളേജിലേക്ക് ഇന്ന് KSU നടത്തിയ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായി. കൂടുതൽ വിവരങ്ങൾ സുജു ടി ബാബു നൽകും. സുജു, സൂചിപ്പിച്ചതുപോലെ തന്നെ KSUവിന്റെ മാർച്ച് അക്രമാസക്തമായെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് നിലവിലെ സാഹചര്യം? ഒപ്പം തന്നെ സഹോദരന്റെ മൊഴിയെടുക്കുന്നുണ്ട്. അതിലെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? അനന്യ, ഇപ്പോൾ സഹോദരന്റെ മൊഴിയെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അഖിൽ സജീവാണ്, തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് മൊഴി രേഖപ്പെടുത്തിയത്. കുടുംബമായി തന്നെ എത്തി അഖിൽ സജീവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒത്താണ് സ്റ്റേഷനിലേക്ക് എത്തുകയും തങ്ങൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ പറയാനുണ്ടെന്നും തങ്ങളുടെ പരാതി ബോധ്യപ്പെടുത്തണം എന്നാണ് പോലീസ് ആവശ്യപ്പെടുകയാണ്. അതിനടിസ്ഥാനത്തിലാണ് പോലീസ് ഏതാണ്ട് നീണ്ട ഒരു മണിക്കൂർ നീണ്ടിരുന്ന മൊഴിയെടുപ്പ് ആരംഭിക്കുകയും അതിപ്പോൾ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് അല്പസമയത്തിനുള്ളിൽ സംസാരിക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് പത്തനംതിട്ട ചുറ്റിപ്പാറിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന അമ്മു സജീവ കെട്ടിടത്തിന് മുകളിൽ വീണ മരണപ്പെടുന്നത്. അത് കുട്ടിയുടെ മരണം ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇപ്പോൾ കേസിൽ വിശദമായ അന്വേഷണം പത്തനംതിട്ട പോലീസ് നടത്തുവാണ്. കുട്ടിയുടെ ഫോൺ ഉൾപ്പെടെയുള്ള ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ആ പരിശോധനാ ഫലം ലഭിക്കുമ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകത്തുള്ളൂ. കോളേജിൽ തന്നെ മറ്റു 3 വിദ്യാർത്ഥിനികൾ അമ്മു സജീവിനെ മാനസികമായി ബുദ്ധിമുട്ടിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന പരാതിയാണ് കുടുംബത്തിന് പ്രധാനമായുള്ളത്. കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതും ഇത്തരത്തിലെ മാനസിക പീഡനമെന്നാണ് കുട്ടിയുടെ പിതാവ് ഉൾപ്പെടെയുള്ളവർ പരാതിയായി ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ കോളേജ് അധികൃതർ നിഷേധിക്കുകയാണ്. കോളേജിൽ ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആ കാര്യത്തിൽ വിദ്യാർത്ഥിയുടെ പിതാവ് പരാതി നൽകിയിട്ടുള്ള കാര്യവും അംഗീകരിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് സംഭവത്തിൽ ഒരു ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ നയിക്കുന്ന തരത്തിൽ പ്രശ്നങ്ങളില്ലായിരുന്നതാണ് ഈ കുട്ടിയുടെ അധ്യാപിക പറയുന്നത്. അത്തരത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടതും ഇവരെല്ലാം നല്ല സുഹൃത്തുക്കളായിരുന്നതാണ് ഈ അധ്യാപിക ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഈ കുടുംബം ഈ കോളേജ് അധികൃതരുടെ വാദം പൂർണ്ണമായി തള്ളുകയാണ്. ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തിക്കൊണ്ട് തന്നെ കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. വിഷയത്തിൽ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും ശക്തമായ പ്രക്ഷോഭത്തിലാണ്. കഴിഞ്ഞ ദിവസം SFI നടത്തിയ മാർച്ചിൽ പ്രധാനപ്പെട്ട ആവശ്യം ഇതുതന്നെയാണ്. ഇതിൽ കുറ്റം ചെയ്തവരെ കണ്ടെത്തുകയും അവർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന ആവശ്യമാണ് SFI ഉന്നയിക്കുന്നത്. ഇന്ന് KSU കോളേജിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമാവുകയും ചെയ്തു. അനന്യ, തീർച്ചയായും പത്തനംതിട്ട ചുറ്റിപ്പാറ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ സഹോദരൻ അഖിൽ സജീവന്റെ മൊഴി രേഖപ്പെടുത്തി. വിവരങ്ങളാണ് സുജു ടി ബാബു നൽകിയത്.